Good morning, girls. Next, we can see how to perform the sale of contract. So, a contract of sale consists of reciprocal promises. That means the seller promises to deliver the goods and the buyer accept and pay for them. So, in the absence of a contract to the contrary, there is an implied promise on the part of the seller to deliver the goods without delay and an understanding on the part of the buyer to accept the goods and pay the price. ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ പ്രോമിസാണത്. അതായത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സെല്ലർ കൃത്യസമയത്ത് ഡെലിവറി നടത്തുക, അതേമാതിരി ബയർ അതിൻ്റെ കാശ് കൊടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എൻ ഇംപ്ലൈഡ് പ്രോമിസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് സെയിൽ ഓഫ് കോൺട്രാക്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം പറഞ്ഞു കഴിഞ്ഞ് സെല്ലർ ആൻഡ് ബയർ ആർ ദ ടു പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് ദി ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ഇസ് ടു ഡെലിവർ ദ ഗുഡ്സ് ആൻഡ് ദ ഡ്യൂട്ടി ഓഫ് ദി ബയർ ഇസ് ടു accept the goods and pay for them. Okay, so first we can see the delivery, the meaning of delivery. But delivery means voluntary transfer of possession of goods from one person to another. It requires a person who is in possession and another to whom possession is transferred. So transfer is made voluntarily എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. സോ ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഡെലിവറി ആർ രണ്ട് പാർട്ടീസ് വേണം, ടു പാർട്ടീസ്, ദെൻ പേഴ്സൺ പൊസസ് ദ ഗുഡ്സ്, ഹി ട്രാൻസ്ഫേഴ്സ് ദ പൊസഷൻ ടു അതർ ആൻഡ് ദാറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് എ വോളണ്ടറി ആക്ട് ഓഫ് ഹിം. ഓക്കെ, so next we can see what are the different types of delivery. Delivery of goods may be actual delivery, symbolic delivery or constructive delivery. So first, what is actual delivery? Actual delivery എന്ന് പറഞ്ഞാൽ എന്താ, when goods are bulky and incapable of when the goods are handed over by the seller to the buyer or his duly authorized agent, the delivery is said to be actual. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നു, ഗുഡ്സ് വാങ്ങുന്നു, ഇപ്പം ഗ്രോസറി ഐറ്റംസ് അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ കാശ് കൊടുക്കുന്ന സെല്ലർ നമുക്ക് പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ഈസ് എൻ ആക്ച്വൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ശരിക്കും കൈമാറുന്നതിനെയാണ് ആക്ച്വൽ ഡെലിവറി എന്ന് പറയുക. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡെലിവറി ഇസ് സിംബോളിക് ഡെലിവറി. സിംബോളിക് ഡെലിവറി എപ്പോഴാണെന്ന് വെച്ചാൽ when goods are bulky and is incapable of actual delivery, ഡെലിവറി മേ ബി മെയ്ഡ് സിംബോളിക്കലി. ഇപ്പോൾ ഹെവി മെഷീൻസ് ഒക്കെയാണെന്ന് വിചാരിക്കുക, അത് നേരിട്ടുങ്ങാണ്ട് കൈമാറാൻ പറ്റില്ലല്ലോ. അതിനും എന്ത് ചെയ്യുന്നു, അതിൻ്റെ കീ കൈമാറുന്നു. ഇറ്റ് ഈസ് എ സിംബോളിക്, ഇറ്റ് ഈസ് സെയിം, ഇതെന്തിന് ഇറ്റ് ഹാസ് ദ സെയിം റിസൾട്ട് ഓഫ് ഹാൻഡിങ് ഓവർ ദ മെഷീനറി. ഓക്കെ, സോ വെൻ ആക്ച്വൽ ഡെലിവറി ഇസ് നോട്ട് പോസിബിൾ, only the control over the goods is transferred, that is handing over the keys of godown or warehouse. It is an example of symbolic delivery. ഓക്കെ, ഇത് കൂടാതെ വേറൊരു ടൈപ്പ് ഓഫ് ഡെലിവറി വരുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയും. കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞാൽ when a person possessing the goods at the time of sale acknowledges to the buyer that he holds the goods on his behalf, there take place the constructive ഡെലിവറി. കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത് ഒന്നുകിൽ എങ്ങനെയാവാം, വെർ ദ സെല്ലർ എഗ്രീസ് ടു ഹോൾഡ് ദ ഗുഡ്സ് ആസ് ബെയിലി ഫോർ ദ ബയർ ആഫ്റ്റർ സെയിൽ, ഓർ വെർ ദ വെയർഹൗസ്മാൻ ഓർ കാരിയർ ഹോൾഡ്സ് ദ ഗുഡ്സ് ആസ് ബെയിലി ഫോർ ദ സെല്ലർ. ഓക്കെ, അപ്പോൾ ദ പൊസസ്സർ ഓഫ് ഗുഡ്സ് ക്യാൻ ബി സെല്ലർ, ബയർ ഓർ എനി അതർ പേഴ്സൺ, സിൻസ് ഹിയർ ഡെലിവറി ഇസ് ഓൺലി എ ചേഞ്ച് ഇൻ ലീഗൽ ക്യാരക്ടർ ഓഫ് പൊസഷൻ. ഓക്കെ, so next we can see what are the different rules as to delivery. The various rules as to delivery are: first one, buyer to apply for delivery. Buyer to apply for delivery എന്ന് പറഞ്ഞാൽ unless expressly agreed to the contrary, seller is not bound to deliver them until the buyer applies for delivery. അപ്പോൾ എപ്പോഴാണോ ഡെലിവറിക്ക് അപ്ലൈ ചെയ്യുന്നത് ബയർ, ആ സമയത്ത് മാത്രം ഡെലിവർ ചെയ്താൽ മതി എന്നുള്ളതാണ് റൂള്. ദെൻ സെക്കൻഡ് വൺ, മോഡ് ഓഫ് ഡെലിവറി. മോഡ് ഓഫ് ഡെലിവറിയിൽ പറയുന്നത് ഡെലിവറി ഓഫ് ഗുഡ്സ് ഇസ് ഡൂയിങ് സംതിങ് വിച്ച് ദ പാർട്ടി എഗ്രി
shall be treated as delivery, or which has the effect of putting the goods in possession of buyer or is authorized agent. Okay, അപ്പോൾ the delivery maybe take place in any three of the modes എന്നാണ് പറയുന്നത്. അതായത് ആക്ച്വൽ, സിംബോളിക് ഓർ കൺസ്ട്രക്റ്റീവ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ടു ബി കൺകറൻറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ആർ കൺകറൻറ്റ് കണ്ടീഷൻസ് അൺലെസ് ദ പാർട്ടീസ് എഗ്രി അതർവൈസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ സെല്ലർ ഷുഡ് ബി റെഡി ടു ഹാൻഡ് ഓവർ ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ദ ബയർ ഷുഡ് ബി റെഡി ടു പേ ഫോർ ദ പ്രൈസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ പ്ലേസ് ഓഫ് ഡെലിവറി. പ്ലേസ് ഉദ്ദേശിക്കുന്നത് കോൺട്രാക്റ്റിലൊന്നും എക്സ്പ്രസ് ആയിട്ട് പറയുന്നില്ല എങ്കിൽ എങ്ങനെയായിരിക്കണം? ഗുഡ്സ് സോൾഡ് ആർ ടു ബി ഡെലിവേർഡ് അറ്റ് ദ പ്ലേസ് അറ്റ് വിച്ച് ദേ ആർ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. എവിടെ വെച്ചിട്ടാണോ സെയിൽ നടക്കുന്നത് ആ സമയത്ത് ഡെലിവർ ചെയ്യണം എന്നുള്ളതാണ്. പ്ലേസ്, ഏത് പ്ലേസ് ആണോ ആ പ്ലേസിൽ വെച്ച് ഡെലിവർ ചെയ്യാം. അല്ലെങ്കിൽ ഗുഡ്സ് എഗ്രീഡ് ടു ബി സോൾഡ് ആർ ടു ബി ഡെലിവേർഡ് അറ്റ് ദ പ്ലേസ് അറ്റ് വിച്ച് ദേ ആർ അറ്റ് ദ ടൈം ഓഫ് എഗ്രിമെൻറ്റ് ടു സെൽ. Then third case, if they are still non-existent at the place of their production or manufacture. 3 കേസസാണ് പറയുന്നത്. എവിടെ വെച്ചിട്ടാണോ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാക്കുന്നത് അവിടെ വെച്ചിട്ട്. ഇനി എഗ്രിമെൻറ്റ് ടു സെൽ ആണെങ്കിൽ എവിടെ വെച്ചിട്ടാണോ എഗ്രിമെൻറ്റ് ടു സെൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വെച്ചിട്ട്. അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റൻ്റ് ആണെങ്കിൽ, ഗുഡ്സ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അതായത് ഫ്യൂച്ചർ ഗുഡ്സ് ആണെങ്കിൽ എവിടെയാണോ അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ഡെലിവറി. ദ നെക്സ്റ്റ്, ടൈം ഓഫ് ഡെലിവറി. ടൈം ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ഒന്നും പറയുന്നില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി സെൻറ്റ് വിത്തിൻ എ റീസണബിൾ ടൈം. വെൻ ദി സെല്ലർ ഇസ് ബൗണ്ട് ടു സെൻഡ് ദ ഗുഡ്സ് ടു ദി ബയർ അണ്ടർ ദ കോൺട്രാക്ട് ആൻഡ് ഇഫ് നോ ടൈം ഇസ് ഫിക്സ്ഡ് ഫോർ ദിയർ സെൻഡിങ്, ദ സെൻഡർ ഇസ് ബൗണ്ട് ടു സെൻഡ് ദം വിത്തിൻ എ റീസണബിൾ ടൈം എന്ന് പറയുന്നത്. വാട്ട് ഈസ് റീസണബിൾ ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ട്രേഡ് ഇൻ ദി ഗുഡ്സ്. ദെൻ നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ഡെലിവറി. ആരാണ് ഈ ഡെലിവറിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അൺലെസ് എഗ്രീഡ് ടു ദ കോൺട്രറി, ദി എക്സ്പെൻസസ് ആൻഡ് ഇൻസിഡൻറ്റ് ടു പുട്ടിംഗ് ദ ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ് ആൻഡ് ഇൻസിഡൻറ്റൽ ടു ഇറ്റ് ആർ ടു ബി മെറ്റ് ബൈ ദി സെല്ലർ അൺലെസ് അതർവൈസ് എഗ്രീഡ്. അപ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസസും ആരാണ് വഹിക്കേണ്ടത്? സെല്ലർ. Further, the expenses and incidental to receiving delivery must be borne by the buyer. അപ്പോൾ എക്സ്പെൻസസ് ആർ ടു ബി ബോൺ ബൈ ദി സെല്ലർ അൺലെസ് ദർ ഇസ് എ കോൺട്രാക്ട് ടു എ കോൺട്രറി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡെലിവറി വെൻ ഗുഡ്സ് ആർ ഇൻ പൊസഷൻ ഓഫ് തേർഡ് പാർട്ടി. അതായത് ചിലപ്പോൾ നമ്മൾ സെല്ലർ വിറ്റ സാധനത്തിൻ്റെ പൊസഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടീൻ്റെ കയ്യിലായിരിക്കാം, അതായത് സെല്ലറെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ when the goods at the time of sale are in the possession of a third person, delivery take place if such third person acknowledges to the buyer that he holds the goods on his behalf. Okay, then the next rule, ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറീസ്. ചിലപ്പം ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് ബൾക്കായിട്ടായിരിക്കില്ല, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ റൂളാണ് പറയുന്നത്. അൺലെസ് ബോത്ത് ദ പാർട്ടീസ് എഗ്രി, ദ ബയർ ഓഫ് ഗുഡ്സ് ഇസ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഡെലിവറി ദെയർ ഓഫ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇപ്പം നമ്മളൊരു 50 kg റൈസ് ഓർഡർ ചെയ്ത് അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ 10 kg ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബയർ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അൺലെസ് അതർവൈസ് മെൻഷൻഡ്. ഓക്കെ, ദെൻ ഡെലിവറി ടു കാരിയർ ഓർ വാർഫിംഗർ. നമ്മൾ പഠിച്ചതാണ് വാർഫിംഗർ എന്താണെന്നുള്ളത്. ഗുഡ്സ് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ആ സ്ഥലത്തിന് പറയുന്ന പേരാണ്. ഷിപ്പൊക്കെ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും സ്ഥലമാണ് വാർഫിംഗർ. If under the contract, seller is authorized or required to send the goods to the buyer, delivery by him to a carrier for transmission to the buyer, or delivery to a wharfinger for safe custody is prima facie deemed to be delivery of goods എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡെലിവറി ആണെങ്കിൽ അത് ഡെലിവറി ചെയ്തതായിട്ട് തന്നെ കണക്കാക്കും. ഇപ്പോൾ ഷിപ്പിൽ കയറ്റിയാലോ അല്ലെ ലോഡ് ചെയ്താലോ തന്നെ മതി. ബട്ട് അൺലെസ് അതർവൈസ് ഓതറൈസ്ഡ് ബൈ ദി ബയർ, seller must make a reasonable contract with a carrier or wharfinger in this case. And if seller omits to do so and there is a damage or loss of goods, the buyer may not treat delivery to carrier or wharfinger as delivery to him. Okay. ഇനി അടുത്ത റൂള് പറയുന്നത് വെൻ റോങ് ക്വാണ്ടിറ്റി ഈസ് ഡെലിവേർഡ്. നമ്മളിപ്പോൾ 10 kg റൈസിന് ഓർഡർ ചെയ്ത് പക്ഷേ റോങ് ക്വാണ്ടിറ്റിയാണ് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ എന്താ റൂള് എന്നുള്ളതാണ്.
The seller delivers the wrong quantity to the buyer in the following cases. എങ്ങനെയൊക്കെ ആവാം? എ ക്വാണ്ടിറ്റി ലെസ് ദാൻ കോൺട്രാക്റ്റഡ് ആവാം. അങ്ങനെയാണെങ്കിൽ ബയർ മേ റിജക്ട് ദ ഗുഡ്സ്. നമ്മളിപ്പോൾ 10 kg റൈസ് ഓർഡർ ചെയ്തിട്ട് 5 kg എത്തുന്നതെന്ന് വെച്ചാൽ വി ക്യാൻ സ്ട്രേറ്റ് അവേ റിജക്ട് ദ ഗുഡ്സ്. ദെൻ സെക്കൻഡ് കേസ് എ ക്വാണ്ടിറ്റി ലാർജർ ദാൻ കോൺട്രാക്റ്റഡ്. ഇപ്പം നമ്മൾ 10 kg ഓർഡർ ചെയ്ത് 15 kg എത്തിയിട്ടുണ്ടെങ്കിൽ ബയർ മേ ആക്സെപ്റ്റ് ദ ഗുഡ്സ് അണ്ടർ ദ കോൺട്രാക്ട് ആൻഡ് റിജക്ട് ദ റെസ്റ്റ്. അപ്പോൾ 10 kg റൈസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് 5 kg റിജക്റ്റ് ചെയ്യാം, ഓർ മേ റിജക്ട് ദ ഹോൾ. ദെൻ തേർഡ് കേസ് ഗുഡ്സ് ഓർഡേർഡ് മിക്സ്ഡ് വിത്ത് ഗുഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിസ്ക്രിപ്ഷൻ. അങ്ങനെയും ആവാം. അങ്ങനെയാണെങ്കിലും ബയർക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? ഈ മേ ആക്സെപ്റ്റ് ഓർ റിജക്ട് ദി ഗുഡ്സ്. ദെൻ പാർട്ട് ഡെലിവറി. എന്താണ് ഈ പാർട്ട് ഡെലിവറി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ delivery of part of the goods as the effect of delivery provided such part delivery is made in progression of delivery of the whole എന്നാ പറയുന്നത്. Then liability of buyer for neglecting or refusing delivery of goods. അതായത് ബയർ ചിലപ്പോൾ റിഫ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിഗ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാവുന്ന സമയത്തുള്ള ലയബിലിറ്റി എന്താ റൂൾ നോക്കാം. when a seller is ready and willing to deliver the goods and request the buyer to take delivery, if the buyer fails to take delivery within a reasonable time, the buyer is liable to compensate the seller for any loss arising due to his neglect എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാരാണ് വഹിക്കേണ്ടത് ആ ലയബിലിറ്റി? ഇറ്റ് ഈസ് ദ ബയർ ഇസ് ലയബിൾ. ദ നെക്സ്റ്റ് ആക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ് ബൈ ദി ബയർ. അതായത് എ ബയർ ഇസ് ഡീംഡ് ടു ഹാവ് ആക്സെപ്റ്റഡ് ഗുഡ്സ് when he intimates his acceptance to the seller, or he does an act consistent with the ownership of the seller, retains the goods after the lapse of a reasonable time without intimating to the seller that he has rejected them. അതായത് the buyer can accept and take delivery of goods, but he has no right to reject goods after acceptance എന്നുള്ളതാണ്. ഓക്കെ, ഇനി റിട്ടേൺ ഓഫ് റിജക്റ്റഡ് ഗുഡ്സ്. അതിൻ്റെ റൂള് പറയുന്നത് എ മിയർ ഫാക്ട് ദാറ്റ് goods have been received does not lead to acceptance. അതായത് when the buyer reject the goods as not being according to the contract, is not bound to return the rejected goods. He is just required to give a clear notice of rejection of goods to the seller എന്ന് പറയും. Then next, examination of goods by the buyer. When goods are delivered to the buyer which he has not previously examined, he is not deemed to have accepted them unless and until he is given a reasonable opportunity of examining goods for the purpose of ascertaining whether they are in conformity with the contract. ഇനി നമുക്കുള്ളത് റൈറ്റ്സ് ഓഫ് ബയർ ആൻഡ് സെല്ലർ ഉണ്ട്. അത് അടുത്ത വീഡിയോ ആക്കിയിട്ടിടാം. താങ്ക് യു.